കൂട്ടി കൊടുത്തിട്ടുണ്ട്. കൂട്ടി കൊടുത്തോ തെറ്റിപ്പോയി വാക്ക്. പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, അതുകൊണ്ട് പുള്ളി ചോദിച്ചത്. അത് പറ്റില്ല. ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്ലീസ്. അതിനെ കുറിച്ച് എന്താണ് പറയണ്ടത്? ഒന്നും പറയാനില്ല. ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടാണോ ഇപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്? അതെ. ഇനി ആരാണ് നമ്മുടെ ബാക്കി ഒരാളേ ഉള്ളൂ. നമ്മൾ ഏവരും കാത്തിന് എല്ലാവരും സംസാരിക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഒരു ഇച്ചിരി കൂടുതൽ നമ്മൾ കേൾക്കാനായിട്ട് ആഗ്രഹിച്ചത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബേഴ്സും മീഡിയയും എല്ലാവരും ഇത്രയും ക്യാമറയുടെ, എനിക്ക് തോന്നുന്നു കേട്ടോ, വേറെ ആര് വന്നാലും ഇത്രയും ഫോണുകളും ഇത്രയും എന്താ പറയുക ക്യാമറകളും ഒന്നും കാണാൻ പറ്റില്ല. കാരണം ധ്യാൻ ചേട്ടൻ്റെ വായന ഒരു എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് വാക്കല്ല ഒരിക്കലും 2 വാക്കിന് ചുരുക്കരുതെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. മാക്സിമം നമ്മൾ ഫുൾ ഡേ ആണെങ്കിൽ ഇവിടെ നിൽക്കും അല്ലെ ധ്യാൻ ചേട്ടന്റെ സംസാരം കേൾക്കാനായിട്ട്. ഒരു നല്ലൊരു ക്ലൈന്റ് സമ്മാനിച്ച് വെൽക്കം ധ്യാൻ ശ്രീനിവാസൻ ഓൺ ടു ദി സ്റ്റേജ് നമ്മുടെ ഓഡിയോ ലോഞ്ച് സെറിമണി നിർവഹിക്കാനും ഒപ്പം തന്നെ 2 വാക്ക് സംസാരിക്കാനായിട്ട്. പ്ലീസ്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുടെ സിനിമയാണ്. ഡാരൻ ചേട്ടൻ, ഇർഷാദ്, ലേന ചേച്ചി, കൈലാഷ് ചേട്ടൻ. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 5 റിലീസാണ്. എല്ലാവിധ ആശംസകളും. പിന്നെ ഇതിനെ ഒഫീഷ്യലി ഇതിൻ്റെ സോങ് റിലീസിനാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തിട്ട് ഞാനങ്ങ് പോകുന്നതായിരിക്കും. അത് പറ്റില്ല. ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്ലീസ്. ഒരു 2 മിനിറ്റ്. അല്ല, ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയിട്ടില്ല. അതായത് ഇത്രയും ഇന്നസെന്റ് അല്ല നമ്മുടെ ചേട്ടനല്ല, ഇത്രയും നിഷ്കളങ്കമായിട്ട് എങ്ങനെയാണ് പറ്റുന്നത്? അതായത് സത്യം പറയാൻ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പേടിക്കും അല്ലേ? കാരണം ആൾക്കാരത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവിടെ ഞാൻ ആരെയും പേടിയില്ല അല്ലെ? മീൻസ് വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അങ്ങനെ ഒന്നും പേടിയില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതെന്നാണ് പറയുന്നത്. സോ അതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? അതായത് ഞാൻ ചോദിക്കട്ടെ, നോർമലി കുറേ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ട് ഇതുവരെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടി എന്താ പറയാ, കുറേ ഇന്റർവ്യൂസ് ചെയ്തു, കുറേ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. ഇനി അച്ഛനോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടാണോ ഇപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്? അതായത് അങ്ങനെയല്ല, ഇവിടെ കുറെ നേരമായിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കണ്ട. അപ്പൊ അവരുടെ കുറച്ച് യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് കൂടട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു 2 വാക്ക് അവർക്ക് വേണ്ടി. കേരളത്തിൽ എല്ലാവരുടെയും സബ്സ്ക്രൈബേഴ്സ് കൂട്ടി കൊടുത്തോ തെറ്റിപ്പോയി വാക്ക്. അല്ല, അങ്ങനെയല്ല, ഞാൻ അത്യാവശ്യം എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട്. ഫോളോവേഴ്സിനെ കുറെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ വേറെ ഒന്നും ഇവിടെയുള്ള നോർമലി നമ്മുടെ MC ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പറയാറ്. ഇവിടെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മുടെ ധ്യാൻ ചേട്ടനോട്? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?